അജ്മലിനൊക്കെ നന്നായിട്ട് അറിയാം നെറ്റ്വർക്ക്. മിക്കവാറും ഞാൻ ഡൗട്ടൊക്കെ അങ്ങോട്ട് ചോദിക്കേണ്ടി വരുമോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വലി നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ഓവർവ്യൂ ഓഫ് ദി ഇന്റർനെറ്റ്, പ്രോട്ടോകോൾ ലെയറിംഗ്. ഓക്കെ, ഈ 2 പോയിന്റ് എന്താടാ എന്നോട് വല്ലതും ചോദിച്ചോ? നെറ്റ്വർക്ക് നിനക്ക് നന്നായിട്ട് നെറ്റ്വർക്കിലെ പുലിയല്ലേ? മിസ് പഠിപ്പിച്ചത് മാത്രമല്ലോ, എനിക്ക് ഓർമ്മയൊന്നുമില്ല. ഓക്കെ ഓക്കെ. അതായത് ഓവർവ്യൂ ഓഫ് ദ ഇന്റർനെറ്റ്, പ്രോട്ടോകോൾ ലെയറിംഗ്. ഓക്കെ, ഈ 2 ടോപ്പിക് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ശരിക്കും പറയുവാണെങ്കിൽ ഒരു 10 പീരീഡ് വേണം. ആ 2 ടോപ്പിക് നമുക്ക് കവർ ചെയ്യണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 10 പീരീഡ് വേണം. പക്ഷെ നമുക്ക് നോക്കിക്കാൻ ആകെ ഇത്രയും ടോപ്പിക്കുകൾ പറയാൻ വേണ്ടിയിട്ട് അവര് തന്നിരിക്കുന്നതാണ് വെറും 6 പീരീഡ്. അത് എത്രമാത്രം ആകുമെന്ന് എനിക്കറിയില്ല. പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ലെയറിലുള്ള എല്ലാ പ്രോട്ടോകോൾസും പറയുന്നുണ്ട്. അതുകൂടാതെ ഒരു കേസ് സ്റ്റഡിയും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ 6 പീരീഡ് കൊണ്ട് എന്തായാലും നമ്മൾ പറഞ്ഞു തീർക്കില്ല. പിന്നെ ഞാൻ PPT കുറച്ചൊക്കെ അങ്ങനെ ഒരു എന്താ പറയാ വളരെ കുറച്ച് ഡേറ്റ വെച്ചിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ചില പോയിന്റ്സുകൾ വരുമ്പോൾ ചിലപ്പോൾ അറിയാമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ മുന്നോട്ട് പോവുമായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും വേർഡിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അന്നേരം തന്നെ ചോദിച്ചു പോയിക്കോണം കേട്ടോ. ഫസ്റ്റ് പറയുന്നത് എന്താണ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആക്ച്വലി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം മെയിൻ ആയിട്ടും നെറ്റ്വർക്കിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ഇപ്പൊ ഞാൻ AB എന്ന് പറയുന്ന 2 പേര് ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിൽ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Aക്കും Bക്കും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്താന്ന് പറഞ്ഞാൽ ഒരാളുടെ കയ്യിലുള്ള ഡേറ്റ വേറൊരാൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഒരാളുടെ കയ്യിലുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യാം. അങ്ങനെ 2 ഡിവൈസുകൾ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേഷൻ നടത്തണം. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ആ ഡിവൈസുകളെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? നെറ്റ്വർക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ആ ഡിവൈസ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയും. ഓക്കെ, അതായത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇതിന്റെ ഡെഫിനേഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈസ് ദ ഇന്റർകണക്ഷൻ ഓഫ് ഡിവൈസസ് കേപ്പബിൾ ഫോർ എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ. കുറെ ഡിവൈസസിന്റെ കണക്ഷൻ ആണ്. ഓക്കെ, കുറെ ഡിവൈസസിന്റെ കണക്ഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ ഡേറ്റനെ എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻഫർമേഷൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിവൈസസിനെ നമ്മൾ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി എന്തിനാണ് ആക്ച്വലി ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ? അത് ചുമ്മാ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രമാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസ് ഉണ്ടോ? 2 പേര് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി മാത്രമാണോ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് യൂസ് ചെയ്യുക? അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ യൂസ് എന്ന് പറയുന്നത് അത് മാത്രമായിരിക്കുമോ? എനി ഐഡിയ? വേറെ എന്തൊക്കെയാ നമുക്ക് അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ്? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ആരെങ്കിലും പറഞ്ഞു? റിസോഴ്സ് ഷെയർ ചെയ്യാൻ പറ്റും. റിസോഴ്സസ് ഷെയർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ലാബില്, നമ്മുടെ കമ്പ്യൂട്ടർ ലാബ് ആണെന്ന് വിചാരിക്കും. നമ്മുടെ കമ്പ്യൂട്ടർ ലാബിൽ 20 സിസ്റ്റം ഉണ്ട്, 20 കുട്ടികൾ ഇരിക്കുക. ഓക്കെ, ആ 20 കുട്ടികൾ ഇരിക്കുമ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരൊറ്റ പ്രിന്റർ എനിക്ക് ഈ 20 ഡിവൈസിനെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ആ പ്രിന്റർ എന്ന് പറയുന്ന എല്ലാവർക്കും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ റിസോഴ്സ് ഷെയറിംഗ് എന്ന് പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ വേറൊരു അഡ്വാൻറ്റേജ് അവിടെയുണ്ട്. എന്തായിരിക്കും? റിസോഴ്സ് ഷെയറിംഗ് വഴി നമുക്ക് വേറൊരു അഡ്വാൻറ്റേജ് അവിടെ കിട്ടുന്നത് എന്തായിരിക്കും? എന്താ? ഇപ്പൊ 20 പേർക്ക് 20 പ്രിന്റർ കൊടുക്കാനുള്ള പൈസയാണോ, അതോ ഒരൊറ്റ പ്രിന്റർ 20 പേർക്ക് കൊടുക്കുന്നതാണോ നമുക്ക് ബെനിഫിറ്റ്? കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ലേ? കോസ്റ്റ് കുറയ്ക്കാൻ പറ്റില്ലേ? പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് റിസോഴ്സ് ഷെയറിംഗ് ഒരു അഡ്വാൻറ്റേജ് ആണ്. റിസോഴ്സ് ഷെയറിംഗ് വഴി നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും എന്ന് പറയുന്നതും ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ എന്തൊക്കെ ഉണ്ടാവും? റിസോഴ്സ് ഷെയറിംഗ് പോലെ തന്നെ ഡേറ്റ ഷെയർ ചെയ്യാലോ. ഡേറ്റ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെന്താണ്? ഇപ്പൊ നമ്മുടെ കോളേജിൽ നമ്മൾ കോളേജിൻ്റെതായ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി എടുക്കണേ, അതിന്റെ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഇപ്പൊ നമ്മള്
നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ആ ഓർഗനൈസേഷൻ്റെതായിട്ടുള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട് അല്ലെ വാട്സപ്പില്. അതൊരു നെറ്റ്വർക്ക് അല്ലേ? അതൊരു നെറ്റ്വർക്കാണ്. എന്തിനാണ് അങ്ങനെ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാവും? ആ ഡേറ്റാസ് മാത്രം ഐസൊലേറ്റ് ചെയ്യാൻ, പിന്നെ സെക്യൂർ ആയിരിക്കും. സെക്യൂർ ആയിരിക്കും. പിന്നെ എനിക്ക് പറയാൻ പറ്റത്തില്ലേ, അവര് തമ്മിൽ ഒരു എന്താ പറയാ, നമുക്ക് കണക്ഷൻ, അതായത് ഒരു ഓർഗനൈസേഷനിലുള്ളവർ മാത്രമാണ് ഒരു ഗ്രൂപ്പിലെങ്കിൽ നമുക്ക് അവർ തമ്മിൽ ഒരു കൊളാബറേഷൻ നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റും ഇല്ലേ? അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാൻ വേണ്ടി പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഡേറ്റ സെക്യൂർ ആണ്. ഈ പറഞ്ഞ പോലെ വേറെ ഔട്ട്സൈഡ് പോകത്തില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. പിന്നെ വേറെ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് നോർത്ത് നോക്കിയും? ഓക്കെ, ഇവിടെ കുറച്ച് അഡ്വാൻറ്റേജസ്. അത് സൗണ്ട് കുറച്ച് അവിടെ. ഓക്കെ, ഇവിടെ അഡ്വാൻറ്റേജസ് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിസോഴ്സ് ഷെയറിംഗ് ആണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അലോ മൾട്ടിപ്പിൾ യൂസേഴ്സ് ടു ഷെയർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിസോഴ്സസ് എഫിഷ്യന്റ്ലി. ഹാർഡ്വെയർ മാത്രമല്ല, സോഫ്റ്റ്വെയർ റിസോഴ്സസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിന് എക്സാമ്പിൾ പ്രിന്റർ ആണെങ്കിൽ അത് ഹാർഡ്വെയർ ആണ്. ഫയലും ഫോൾഡേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെ ഇന്റർനെറ്റ് കണക്ഷൻ, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെറ്റ്വർക്കിംഗ് വഴി നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടാമത്തത് കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാലോ, ബേസിക് ആയിട്ടുള്ള നീഡ് എന്ന് പറയുന്നത്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ നീഡ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. ഫാസ്റ്റ് ആൻഡ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് തരുന്നുണ്ട്. അത് രണ്ടാമത്തത്. പിന്നെ മൂന്നാമത് പറയുന്ന ഡേറ്റ ഷെയറിംഗ്. ഞാൻ പറഞ്ഞല്ലോ, ഡേറ്റയാണ് നമുക്ക് എന്താണ് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഡേറ്റ എന്ന് പറയുമ്പോൾ ഡേറ്റാബേസ് ഇൻഫർമേഷൻസ്, അതുപോലെ തന്നെ എന്ത് ഡോക്യുമെന്റ്സ് ആണെങ്കിലും നമുക്ക് എന്തായിരിക്കും? ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഡേറ്റ ഷെയറിംഗ്. നാലാമത് പറഞ്ഞിരിക്കുന്നത് ഇംപ്രൂവ്ഡ് റിലയബിലിറ്റി ആൻഡ് എഫിഷ്യൻസി എന്നാണ്. അതായത് നമുക്കറിയാം, ഇപ്പം ഒരു നെറ്റ്വർക്ക്, നമ്മളിപ്പോ ലാബിലൊക്കെ മിക്കവാറും ലാൻ ചെയ്യാറുണ്ട് അല്ലെ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോമൺ സെർവർ ഉണ്ടാവും. 20 കുട്ടികൾ ഉണ്ടെങ്കിൽ ഞാൻ സെർവർ ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതിന്റെ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഒരാളുടെ സിസ്റ്റത്തിലുള്ള ഡേറ്റ പോയി കഴിഞ്ഞാലും അത് എവിടെ നിന്ന് നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും? സെർവറിൽ നിന്ന് നമുക്ക് ഡേറ്റ കിട്ടും. അങ്ങനെ നമുക്ക് എന്താണ്? റിലയബിലിറ്റി കൂട്ടാൻ വേണ്ടി പറ്റും. നെറ്റ്വർക്കിനകത്ത് റിലയബിലിറ്റി കൂട്ടാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എഫിഷ്യൻസി കൂടുമെന്ന് പറയാം. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എൻഹാൻസ് സിസ്റ്റം പെർഫോമൻസ്, അവൈലബിലിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി. അതായത് ബാക്കപ്പ് ആൻഡ് റിക്കവറി സിസ്റ്റംസ്, ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസിംഗ്, ലോഡ് ഷെയറിംഗ് എമംഗ് ഡിവൈസസ്, സെൻട്രലൈസ്ഡ് മാനേജ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ്. അവിടെ ഇത് മാത്രം ഓർത്താൽ മതി. റിലയബിലിറ്റി കൂട്ടാൻ വേണ്ടി പറ്റും. അതായത് റിലയബിലിറ്റി കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഇസ് മീൻ ബൈ റിലയബിലിറ്റി എന്ന് പറയുന്ന ടേം നമ്മൾ എപ്പോഴും എല്ലായിടത്തും പറയുന്നത് എന്താണ്? എത്രമാത്രം ടൈം എന്താ പറയാ, പ്രോബ്ലംസ് ഒന്നും കൂടാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് റിലയബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പം ഇവിടെ നമ്മൾ റിലയബിലിറ്റി, നെറ്റ്വർക്കിനകത്ത് റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെർവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റനെ എന്ത് ചെയ്യാൻ പറ്റും? അതിനകത്ത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് ഡേറ്റ ലോസ് ആയി പോകാതെ നമുക്ക് റിലയബിൾ ആക്കാൻ വേണ്ടി പറ്റും. അതാണ് നാലാമത്തെ പോയിന്റ്. 5 എന്ന് പറയുന്നത് ഗ്രേറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി ആണ്. നമുക്കറിയാം, സ്റ്റോറേജ് നമുക്ക് എന്താണ്? ഒരു സെൻട്രൽ സെർവർ കീപ്പ് ചെയ്യണം, നമുക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി പറ്റും. ദെൻ കോസ്റ്റ്, ഞാൻ പറഞ്ഞല്ലോ, റിസോഴ്സ് ഷെയറിംഗ് വഴി നമുക്ക് എന്താണ്? കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ 7th വൺ ഈസ് എൻഹാൻസ്ഡ് കൊളാബറേഷൻ. നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ, അവർക്ക് സ്വന്തമായിട്ട് ഒരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? അവർ തമ്മിൽ ഈസി ആയിട്ട് നമുക്ക് എല്ലാം പറഞ്ഞാലും സെക്യൂർ ആയിട്ട് ഡേറ്റ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്രയുമാണ് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ യൂസസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. കിട്ടിയോ? 7 പോയിന്റ്സ്. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് പോയിന്റ് ഏതാ? റിസോഴ്സ് ഷെയറിംഗ്. ഒരു സെക്കൻഡ്, എന്താ ചോദിച്ചാൽ ഞാൻ കേട്ടില്ലായിരുന്നു. എന്തായിരുന്നു ചോദിച്ചേ? ചോദിച്ചതല്ല, പറഞ്ഞതാ. ഓക്കെ, ഞാൻ ഇവിടെ വേറെ എന്തോ ആയിപ്പോയി. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? പറഞ്ഞോന്നൂടെ? റിസോഴ്സ് ഷെയറിംഗ്, കമ്മ്യൂണിക്കേഷൻ, ഡേറ്റ ഷെയറിംഗ്, ഇംപ്രൂവ്ഡ് റിലയബിലിറ്റി ആൻഡ് എഫിഷ്യൻസി, ഗ്രേറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി, റെഡ്യൂസ്ഡ് കോസ്റ്റ് ആൻഡ് എൻഹാൻസ്ഡ് കൊളാബറേഷൻ. 7 പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കണേ. അടുത്തലേക്ക് പോയിക്കോട്ടെ.
ഓക്കെ, ഇനി ഒരു നെറ്റ്വർക്കിന് ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഒരു ചെറിയൊരു നെറ്റ്വർക്ക്. ഓക്കെ, എന്താണ് നമുക്കറിയാം, നമ്മുടെ വീട്ടിലെല്ലാം നമുക്ക് എന്തുണ്ട്, വൈഫൈ കണക്ഷൻ കൊടുക്കാം അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം, ഇതൊരു നെറ്റ്വർക്ക് ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യണം, ലാപ്ടോപ്പ്, ഫോണ്, അങ്ങനെ രണ്ട് ഡിവൈസസ് ഉണ്ട്, രണ്ട് എൻഡ് ഡിവൈസസ് ഉണ്ട്. അതിനെ വൈഫൈ റൗട്ടർ ഉപയോഗിച്ചിട്ട് ഞാൻ എന്താണ് നമ്മുടെ ഇന്റർനെറ്റിലോട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഈ നെറ്റ്വർക്കിനകത്ത് മെയിൻ ആയിട്ടും എത്ര ഡിവൈസസ് ഉണ്ട്? ഒന്നെന്ന് പറയുന്ന ലാപ്ടോപ്പ്, ഫോൺ എന്ന് പറയുന്നത് നമ്മൾ എൻ ഡിവൈസസ് എന്നാണ് പറയാം. ഓക്കെ, എൻ ഡിവൈസസ് എന്ന് പറയും. ഓക്കെ, ദെൻ റൗട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, കണക്റ്റിംഗ് ഡിവൈസ് ആണ്. ഇവിടെ റൗട്ടർ എന്താണ്, കണക്റ്റിംഗ് ഡിവൈസ് ആണ്. ഇന്റർനെറ്റിലോട്ട് നമ്മുടെ ലാപ്ടോപ്പ്, ഫോൺ പോലെയുള്ള എൻ ഡിവൈസസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കണക്റ്റിംഗ് ഡിവൈസ് ആണ് റൗട്ടർ. റൗട്ടർ എന്ന് കേട്ടിട്ടുണ്ടാവും. പക്ഷേ എന്താണ് റൗട്ടർ എന്ന് അറിയാവോ? റൗട്ടർ എന്താണെന്ന് അറിയാവോ? എന്തെങ്കിലും അറിയെങ്കിലും ഒന്ന് പറഞ്ഞേ. അറിയായിരിക്കും, മിക്കവർക്കും അറിയാവുന്ന വേർഡാണല്ലോ റൗട്ടർ. ഹലോ, ആർക്കൊന്നുമില്ലേ? ഓക്കെ, അതായത് ഇവിടെ ഈ ലാപ്ടോപ്പ്, ഫോണ് എന്ന് പറയുന്ന രണ്ട് എൻ ഡിവൈസസ് ആണെന്ന് പറഞ്ഞല്ലോ. അതിന് എനിക്ക് പറയാൻ വേണ്ടി പറ്റും അതൊരു ലാൻ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. കാരണം അത് രണ്ടും കണക്റ്റഡ് ആണ്, ലാപ്ടോപ്പും ഫോണും കണക്റ്റഡ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അതിന് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ലാൻ ആണോ? ഇന്റർനെറ്റ് എന്ന് പറയുന്നത് സിമിലർ ടു ലാൻ ആണോ അല്ലയോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, ഇല്ലേ ഞാൻ തന്നെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന ഒരു സുഖമില്ലല്ലോ. വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലേ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക് ആണ് ഇന്റർനെറ്റ്. നെറ്റ്വർക്ക് അതായത് വൈഡ് ഏരിയ നെറ്റ്വർക്കിന്റെയും അതിന്റെ ഒക്കെ കളക്ഷൻ ആണ്. അതായത് ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഉണ്ട്, അതിനെ വേറൊരു വൈഡ് ഏരിയ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്ത്, പിന്നെ ഒരു മാനുമായിട്ട് കണക്ട് ചെയ്ത്, അങ്ങനെ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്സിനാണ് നമ്മൾ ഇന്റർനെറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെ ഇപ്പുറത്തെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ലാപ്ടോപ്പും ഫോണും അതെന്ന് പറയുന്നത് എനിക്ക് പറയാൻ വേണ്ടി പറ്റുമ്പോൾ അതൊരു ലാൻ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അതായത് റൗട്ടർ എന്ന് പറയുന്നത് ഒരു കണക്റ്റിംഗ് ഡിവൈസ് ആണ്. ആക്ച്വലി റൗട്ടറിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് രണ്ട് ഡിഫറെന്റ് നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അതായത് റൗട്ടർ എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ രണ്ട് നെറ്റ്വർക്ക്, ഇപ്പുറത്തെ സൈഡിൽ ഒരു ലാൻ നെറ്റ്വർക്കും അപ്പുറത്തെ സൈഡിൽ ഒരു നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക് ഇന്റർനെറ്റും ആണുള്ളത്. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ ഒരു മാനാവാം ഇല്ലെങ്കിൽ അങ്ങനെ വേറെ എന്തെങ്കിലും ആവാം. ഒരു രണ്ട് സൈഡിലും ഡിഫറെന്റ് നെറ്റ്വർക്കുകളാണെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് റൗട്ടർ എന്ന് പറയുന്നത്. ഇവിടെ കാരണം ഇവിടെ റൗട്ടർ ഉപയോഗിച്ചിട്ട് രണ്ട് നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കാം. ഇതിന്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ചുമ്മാ ഒന്ന് വായിച്ചു നോക്കാം. When two or more devices at home are connected through a Wi-Fi router, they form a small computer network. Wi-Fi router acts as the central device that connect all devices in the network. Laptop and phone can communicate with each other through the router. Okay, the router provides access to the internet for all connected devices. Resources such as files, printers, and media can be shared among the connected devices. Okay, അതായത് ഇവിടെ ഇന്റർനെറ്റിലോട്ട് നമ്മുടെ ലാപ്ടോപ്പിനെയും ഫോണിനെയും കണക്ട് ചെയ്യാനും അല്ലെങ്കിൽ ലാപ്ടോപ്പും ഫോണും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും റൗട്ടറാണ് ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, റൗട്ടർ എന്ന് പറയുന്ന രണ്ട് ഡിഫറെന്റ് നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കണക്റ്റഡ് ഡിവൈസ് ആണെന്ന് ഓർക്കുക. ഇനി മെയിൻ ആയിട്ട് നമ്മളൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഇതായത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് 3 കമ്പോണൻസ് ആണ് നമുക്കുള്ളത്. ഒന്നെന്ന് പറയുന്നത് എൻഡ് ഡിവൈസസ്, 2 കണക്റ്റിംഗ് ഡിവൈസസ്, 3 എന്ന് പറയുന്ന ട്രാൻസ്മിഷൻ മീഡിയ. ഓക്കെ, അതായത് ഇത് തന്നെ എടുക്കാം. ഓക്കെ, ഈ ഒരു നെറ്റ്വർക്ക് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ മെയിൻ ആയിട്ട് 3 കമ്പോണൻസ് പറയുന്നു. ഒന്ന് എൻഡ് ഡിവൈസസ്, അതായത് മെസ്സേജിനെ സെൻഡ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും ക്രിയേറ്റ് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഡിവൈസസ് ആണ് എൻഡ് ഡിവൈസസ് എന്ന് പറയുന്നത്. 2 കണക്റ്റിംഗ് ഡിവൈസ്, ഇവിടെ കണക്റ്റിംഗ് ഡിവൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ്, റൗട്ടർ ആണ്. 3 ട്രാൻസ്മിഷൻ മീഡിയ, ഇവിടുത്തെ ട്രാൻസ്മിഷൻ മീഡിയ എന്താണ്, വയർലെസ് ആണോ വൈഫൈ ആണോ, വൈഫൈ ആണോ വയേർഡ് ആണോ, വൈഫൈ അല്ലെ, വൈഫൈ ആണ് ഇവിടുത്തെ ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറയുന്നത്. അപ്പൊ 3 കമ്പോണൻസ് ഏതൊക്കെയാണ്, ഒന്ന് എൻഡ് ഡിവൈസസ്, 2 കണക്റ്റിംഗ് ഡിവൈസസ്, 3 ട്രാൻസ്മിഷൻ മീഡിയ. ഇങ്ങനെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നമുക്ക് കമ്പോണൻസിനെ ടോട്ടലുള്ള കമ്പോണൻസിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യുന്നത്, ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ
കമ്പോണൻസിനെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1 എൻഡ് ഡിവൈസസ്, 2 കണക്റ്റിംഗ് ഡിവൈസസ്, 3 ട്രാൻസ്മിഷൻ മീഡിയ. ഇതിൻ്റെ അകത്ത് ഈ ലാപ്ടോപ്പ്, ഫോണ് ഇതൊക്കെ പറയുന്നത് എന്താണ്? എൻഡ് ഡിവൈസസ് ആണ്. കണക്റ്റിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ റൗട്ടർ ആണ്. ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറയുന്നത് വൈഫൈ. ഓക്കെ, പിടിയോ? ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കൺസിസ്റ്റ് ഓഫ് 3 മെയിൻ കമ്പോണൻസ്: എൻഡ് ഡിവൈസസ്, കണക്റ്റിംഗ് ഡിവൈസസ്, ട്രാൻസ്മിഷൻ മീഡിയ. ഓക്കെ, ഇനി എൻഡ് ഡിവൈസസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാവാം, അല്ലെങ്കിൽ അതെന്താ ചെയ്യുന്നത്? മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ആളാവാം, അല്ലെങ്കിൽ മെസ്സേജിനെ റിസീവ് ചെയ്യുന്ന ആളാവാം, ഇല്ലെങ്കിൽ ഡേറ്റനെ പ്രോസസ്സ് ചെയ്യുന്നതും ആകാം എൻഡ് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എൻഡ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ഡിവൈസ് ആവാം, അല്ലെങ്കിൽ മെസ്സേജിനെ റിസീവ് ചെയ്യുന്ന ഡിവൈസ് ആവാം, ഇല്ലെങ്കിൽ മെസ്സേജിനെ പ്രോസസ് ചെയ്യുന്ന ഡിവൈസസിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? എൻഡ് ഡിവൈസസ് അല്ലെങ്കിൽ ഹോസ്റ്റ്. ഓക്കെ, ആ വേർഡും കൂടി ഓർത്ത് വെച്ചേക്കാം. എൻഡ് ഡിവൈസസ് അല്ലെങ്കിൽ ഹോസ്റ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, സെർവേഴ്സ്, പ്രിന്റേഴ്സ്. ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ എൻഡ് ഡിവൈസസ്. ഓക്കെ, അടുത്തിലോട്ട് പോയിക്കോട്ടെ. കണക്റ്റിംഗ് ഡിവൈസസ് അടുത്ത പറഞ്ഞോട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ചു പോക്കണം കേട്ടോ. കണക്റ്റിംഗ് ഡിവൈസസ്. ഓക്കെ, കണക്റ്റിംഗ് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? സോഴ്സിനെയും ഡെസ്റ്റിനേഷനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇടയ്ക്കുള്ള ഡിവൈസസിന് പറയുന്ന പേരാണ് എന്ത്? കണക്റ്റിംഗ് ഡിവൈസസ് എന്ന് പറയുന്നത്. ഇവിടെ 1, 2, 3, 4 കണക്റ്റിംഗ് ഡിവൈസസ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതലുണ്ട് കേട്ടോ. ഓക്കെ, 4 കണക്റ്റിംഗ് ഡിവൈസസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. റൗട്ടർ, സ്വിച്ച്, മോഡം, ആക്സസ് പോയിന്റ്. ഓക്കെ, ഇത് 4 മാത്രമല്ല, വേറെ ഏതെങ്കിലും കണക്റ്റിംഗ് ഡിവൈസസ് നിങ്ങൾക്ക് അറിയാമോ? റൗട്ടർ, സ്വിച്ച്, മോഡം, ആക്സസ് പോയിന്റ്, ഇതല്ലാതെ വേറെ ഏതെങ്കിലും കണക്റ്റിംഗ് ഡിവൈസസ് ആർക്കെങ്കിലും അറിയാമോ? എന്തെങ്കിലും പറയാനുണ്ടോ? സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേറെ എന്താ ഉള്ളേ? ഹബ് ഉണ്ട്. പിന്നെ റിപ്പീറ്റർ ഉണ്ട്. പിന്നെ ബ്രിഡ്ജ് കേട്ടിട്ടുണ്ടോ? ബ്രിഡ്ജ് ഉണ്ട്, ഗേറ്റ് വേസ് ഉണ്ട്. ഇതെല്ലാം കണക്റ്റിംഗ് ഡിവൈസസ് ആണ്. ഓക്കെ, ഇവിടെ 4 മാത്രം പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മിക്കവാറും ലാസ്റ്റത്തെ മൊഡ്യൂളിൽ കാണാൻ ചാൻസ് ഉണ്ട്. ഫിസിക്കൽ ലെയർ അല്ലെങ്കിൽ ഡാറ്റ ലിങ്ക്, ഫിസിക്കൽ ലെയറിനകത്ത് ഇതെല്ലാം കാണാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് മൊഡ്യൂളാണിത്. അപ്പോ റൗട്ടർ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇറ്റ് കണക്ട് ഡിഫറെന്റ് നെറ്റ്വർക്ക്, 2 ഡിഫറെന്റ് ആയിട്ടുള്ള നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് റൗട്ടർ എന്ന് പറയുന്നത്. ഇനി സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഒരു ലാനില്, ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ നമുക്കറിയാം കുറെ ഡിവൈസസ് ഉണ്ടാവും. ഓക്കെ, ആ ഡിവൈസസുകളെ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട്, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്വിച്ച് യൂസ് ചെയ്യുന്നത്. ഹബ്ബ് എവിടെ യൂസ് ചെയ്യുന്നത്? ഹബ്ബ് അറിയോ? ഹബ്ബ് എവിടെയാ യൂസ് ചെയ്യുന്നത് അറിയോ? ഹബ്ബ് എന്ന് പറഞ്ഞാൽ പറഞ്ഞായിരുന്നു ഹബ്ബ് എന്നൊക്കെ. ഹബ്ബ് എന്താ? ഹബ്ബ് കണ്ടിട്ടുണ്ടോ? എനിവേ, അതായത് ഈ സ്വിച്ച് എന്ന് പറഞ്ഞാലും ഹബ്ബ് എന്ന് പറഞ്ഞാലും രണ്ടിന്റെയും ഫങ്ഷൻ ഒന്നാ. അതായത് ലാനില്, ലോക്കൽ ഏരിയ നെറ്റ്വർക്കില് ഡിവൈസസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വിച്ച് യൂസ് ചെയ്യുന്നതും ഹബ്ബും യൂസ് ചെയ്യുന്നത്. രണ്ടും ലോക്കൽ ലാനിലാണ് നമ്മൾ യൂസ് ചെയ്യുക. ലാനിലെ ഡിവൈസസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഉള്ള ഒരു ഡിഫറൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്ന സമയത്ത് എനിക്ക് ഇൻഡിവിജ്വലി മെസ്സേജ് അയക്കാം, എനിക്ക് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അയക്കാം അല്ലെ? എന്ത് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് എന്ന് വെച്ചാല് റിസീവർക്ക് കിട്ടുമ്പോ ഒറ്റയ്ക്ക് അയച്ച പോലെ തോന്നും, പക്ഷെ സെൻഡർ എല്ലാവർക്കും കൂടി ഒരുമിച്ചാണ് അയച്ചിട്ടുണ്ടാവും. ഇപ്പൊ നമ്മളിപ്പം ഞാനൊരു ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും പോകും അല്ലെ? അതായത് ഇപ്പൊ ഞാനൊരു കോമൺ മെസ്സേജ് ഇടുക. ഓക്കെ, ആ കോമൺ മെസ്സേജ് ആ ഒരു ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ 20 പേരുണ്ട്. ആ 20 പേരിലും ഒരുപക്ഷെ എത്തണ്ടായിരിക്കാം. ഓക്കെ, അത് ആവശ്യമുള്ളവർക്ക് മാത്രം കിട്ടിയാൽ മതിയായിരിക്കും. പക്ഷെ ഞാനത് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിലാണ് ഇടുന്നതെങ്കിൽ എല്ലാവർക്കും റിസീവ് ആവും അല്ലെ?
അത് ആവശ്യമുള്ള ഒരു പക്ഷേ ഒരു 5 പേരെ ഉദ്ദേശിച്ചായിരിക്കും ഞാൻ ആ മെസ്സേജ് ഇട്ടത്. പക്ഷെ അത് കിട്ടുന്നത് 10 പേർക്ക് 20 പേർക്ക് ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ആയിരിക്കും കിട്ടുക അല്ലെ. അതായത് ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റും. അതായത് ഞാനിപ്പോ ഒരു മെസ്സേജ്, ഒരു ഡിവൈസ് മെസ്സേജ് അല്ലെങ്കിൽ ഡേറ്റ എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് സപ്പോസ് നമ്മുടെ കമ്പ്യൂട്ടർ ലാബിൽ 20 സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കും. അവിടെ എനിക്ക് 1ാമത്തെ ഡിവൈസിൽ നിന്നും 10ാമത്തെ ഡിവൈസിലോട്ടായിരുന്നു എനിക്ക് മെസ്സേജ് അയക്കേണ്ടത്. 1ാമത്തെ ഡിവൈസിൽ നിന്നും 10ാമത്തെ ഡിവൈസിലോട്ടായിരുന്നു എനിക്ക് മെസ്സേജ് അയക്കേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, സ്വിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ അയക്കുന്ന മെസ്സേജ് എവിടെ മാത്രമേ പോകുള്ളൂ, 10ാമത്തെ ആ ഡിവൈസിലോട്ട് മാത്രമേ പോകുള്ളൂ. പക്ഷെ ഞാൻ അവിടെ സ്വിച്ചിന് പകരം ഞാൻ അവിടെ ഹബ്ബാണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത് 10ാമത്തെ ഡിവൈസിലേക്കാണെങ്കിലും ആ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസസിലോട്ടും പോകും. മനസ്സിലായി പറഞ്ഞേ? ഹബ്ബാണ് ഞാൻ അവിടെ ആ ലാനിൽ ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹബ്ബാണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഞാൻ അയക്കുന്ന മെസ്സേജ് ആവശ്യമുള്ളവർക്കും ആവശ്യമില്ലാത്തവർക്കും എല്ലാവർക്കും പോകും. പക്ഷെ സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ആ ഒരു ഡിവൈസിലോട്ട് മാത്രമേ പോവുള്ളൂ. സെലക്റ്റീവ് ആയിട്ട് ഏതാണോ നമ്മുടെ റിസീവർ അല്ലെങ്കിൽ ഏതാണോ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ആ ഡെസ്റ്റിനേഷൻ ഡിവൈസിലോട്ട് മാത്രമേ മെസ്സേജ് പോകുള്ളൂ സ്വിച്ച് ആണെങ്കിൽ. ഹബ്ബ് ആണെന്നുണ്ടെങ്കിൽ ആ ഹബ്ബിൽ, അതായത് അതിനകത്ത് ആ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസസിലോട്ടും മെസ്സേജ് പോകും. അതാണ് സ്വിച്ച് ഹബ്ബും തമ്മിലുള്ള വ്യത്യാസം. പർപ്പസ് ഒന്നാണ്, രണ്ടിന്റെ ഫംഗ്ഷനാലിറ്റി ഒന്നാണ്. ലാനിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിവൈസസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ അല്ലെ? സ്വിച്ചും ഹബ്ബും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ മോഡം എന്ന് പറയാൻ നമുക്കറിയാം ഏതെങ്കിലും ഒരു ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, ISP എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ISPയുമായിട്ട് എന്താണ് ഒരു നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കണക്ടിങ് ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത്, മോഡം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം മോഡത്തിന്റെ ഫുൾ ഫോം എന്താ? മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ. ഓക്കെ, മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ. അവിടെ നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി സിഗ്നലിന്റെ ട്രാൻസ്ഫോർമേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഡിജിറ്റൽ സിഗ്നലിന് അനലോഗിലോട്ടോ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ രണ്ടിടത്തും നടക്കുന്നുണ്ട്. അതിന്റെ മോഡത്തിന്റെ ഇൻപുട്ട് സൈഡിൽ ഒരു കൺവേർഷൻ നടക്കും, ഔട്ട്പുട്ട് സൈഡിൽ വേറൊരു കൺവേർഷൻ, നേരെ റിവേഴ്സ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ മോഡുലേറ്റർ ഡിമോഡുലേറ്റർ എന്ന് പറയുന്ന പേരിൽ പറയപ്പെടുന്നത്. ഓക്കെ, ആക്ച്വലി ഇത് യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ഏതെങ്കിലും ഒരു ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, ജിയോ അങ്ങനത്തെ, ഏഷ്യാനെറ്റ്, കേബിൾ വിഷൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ISPയുമായിട്ട് നമ്മുടെ നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ എന്റെ വീട്ടിലിപ്പോ കുറെ ഡിവൈസസ് ഉണ്ട്, ലാപ്പ് അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഇതിനെല്ലാത്തിനും എനിക്ക് എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു ISPയുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഞാൻ അവിടെ യൂസ് ചെയ്യുന്ന കണക്ടിങ് ഡിവൈസ് എന്തായിരിക്കും? മോഡം ആയിരിക്കും. ഓക്കെ, പിടികിട്ടിയോ? ഓക്കെ, ഇനി ആക്സസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈഫൈ ഉണ്ടല്ലോ, വയേർഡും വൈഫൈ രണ്ട് രീതിയിലുള്ള കണക്ഷൻ ഉണ്ടല്ലോ. അതിനകത്ത് വൈഫൈയിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണക്റ്റിംഗ് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ആക്സസ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്കറിയാം മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്, നമുക്കിപ്പോ ഞാനിപ്പോ ഈ ടൈമിൽ ഞാനിപ്പോ എന്റെ മൊബൈൽ ഫോൺ തൊടുപുഴയാണെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ ചിലപ്പോൾ മൂവാറ്റുപുഴ ആയിരിക്കും അല്ലെ. അപ്പം നമുക്ക് ഇപ്പൊ കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന ഒരു ഡിവൈസ്, അതായത് ഇപ്പൊ എന്റെ ലാപ്പ് ഞാൻ ഇവിടെ തന്നെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് കോൺസ്റ്റന്റ് ചലിക്കാതെ തന്നെ അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, എനിക്ക് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഏതെങ്കിലും ഒരു കണക്റ്റിംഗ് ഡിവൈസ് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ എന്താ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, മൂവ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ ഓരോ ലൊക്കേഷന്റെ കീഴിലായിരിക്കും വരിക അല്ലെ. അപ്പൊ ഓരോ ലൊക്കേഷൻ അനുസരിച്ചും ഈ ആക്സസ് പോയിന്റ് എന്ന് പറയുന്നത് കണക്ട് ചെയ്ത് പോകും. അങ്ങനെ വയർലെസ് കമ്മ്യൂണിക്കേഷനകത്ത് നമുക്ക് കണക്റ്റിംഗ് ഡിവൈസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ആക്സസ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് വൈഫൈയുടെ സ്ട്രക്ചർ ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അതിനകത്ത് ആക്സസ് പോയിന്റ് ഒക്കെ പറയുന്നുണ്ട്. കിട്ടിയോ? 4 കണക്റ്റിംഗ് ഡിവൈസസ് ഇവിടെ പറഞ്ഞത്, റൗട്ടർ, സ്വിച്ച്, മോഡം, ആക്സസ് പോയിന്റ്. 4ഉം എന്താണെന്ന് ചെറിയൊരു ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറഞ്ഞല്ലോ ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറഞ്ഞു. ഓക്കെ, അതായത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ 3 ടൈപ്പിലുള്ള കമ്പോണൻസ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് എൻഡ് ഡിവൈസസ്, രണ്ടെന്ന് പറയുന്നത് കണക്റ്റിംഗ് ഡിവൈസസ്, മൂന്നാമത്തെ കമ്പോണന്റ് ആണ് എന്ത്, ട്രാൻസ്മിഷൻ മീഡിയ. ഓക്കെ, ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറഞ്ഞാൽ എന്താ, 2 ഡിവൈസസ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ ഡേറ്റ പാസ് ചെയ്യാൻ അവിടെ ഒരു പാത്ത് വേണം അല്ലെ. ആ പാത്ത് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ വയർ യൂസ് ചെയ്തിട്ടാവാം, ഇല്ലെങ്കിൽ വയർ ഇല്ലാതെയും ആകാം. അതിനനുസരിച്ചാണ് നമ്മൾ വയേർഡ് കമ്മ്യൂണിക്കേഷൻ, വയർലെസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന 2 രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്.
ഓക്കെ, അതായത് നമ്മൾ വയേർഡ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയാം ഗൈഡഡ് മീഡിയ എന്നാണ് പറയാ കേട്ടോ. ആ പേര് കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കും. എനിക്ക് അറിയില്ല ഇത് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ടോന്ന്. ഞാൻ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തിട്ടില്ല, ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എവിടെയെങ്കിലും. അതായത് നമ്മുടെ സിലബസ് നമുക്ക് നോക്കിയാൽ അറിയാം വളരെ എന്താണ് പറയാ, ഇപ്പൊ എന്താ പറയാ, ഒരു മൊഡ്യൂളിന്റെ ഹെഡിങ് മാത്രം പറഞ്ഞാണ് സിലബസ് പോയിരിക്കുന്നത്. അതിന്റെ ഉള്ളിലോട്ട് ചെന്ന് കഴിയുമ്പോഴാണ് നമുക്ക് കടല് പോലെ കിടക്കുന്ന കുറെ സാധനങ്ങൾ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് ഏതൊക്കെയാണ് ഇത് ഒരു പക്ഷേ ഫിസിക്കൽ ലെയറിലെ ലാസ്റ്റ് മൊഡ്യൂൾ വരാൻ ചാൻസ് ഉണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ ട്രാൻസ്മിഷൻ മീഡിയക്കകത്ത് രണ്ട് ടൈപ്പിലാണ് ഉള്ളത്. വയേർഡ് മീഡിയ ഉണ്ട്, വയർലെസ് മീഡിയ. വേറൊരു പേരാണ് ഗൈഡഡ് മീഡിയ, വയർലെസിന്റെ വേറൊരു പേരാണ് അൺഗൈഡഡ് മീഡിയ. ഓക്കെ, ഇനി വയേർഡ് മീഡിയ തന്നെ 3 രീതിയിലാണുള്ളത്. ഒന്ന് ട്വിസ്റ്റഡ് പെയർ കേബിൾ യൂസ് ചെയ്തിട്ടും, രണ്ടാമത്തത് കൊയാക്സിയൽ കേബിളും, മൂന്നാമത്തത് ഫൈബർ ഓപ്റ്റിക്സ് കേബിൾ. ഓക്കെ, അങ്ങനെ 3 ടൈപ്പ് കേബിൾ യൂസ് ചെയ്തിട്ടാണ് വയേർഡ് മീഡിയക്കകത്ത് പറയുന്നത്. അതിൻ്റെ അകത്ത് ഈ ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ള പേരാണ് അല്ലേ. ട്വിസ്റ്റഡ് പെയർ കേബിള് എവിടെ കേട്ടേക്കുന്നത്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ട്വിസ്റ്റഡ് പെയർ കേബിൾ യൂസ് ചെയ്യുന്നത്? നെറ്റ്വർക്കിംഗ് കേബിൾ. അതിന്റെ പേരെന്താ? നെറ്റ്വർക്കിംഗ് കേബിളിന്റെ പേരെന്താന്നു നമ്മളൊരു പേര് പറയാറുണ്ടല്ലോ, എന്താണ്? ഇഥർനെറ്റ് കേബിൾ എന്ന് പറയാറില്ലേ നമ്മള്? ഇഥർനെറ്റ് പറയാറുണ്ട്. ഈഥർനെറ്റ് കേബിൾ എന്ന് പറയുന്നത് ആക്ച്വലി ട്വിസ്റ്റഡ് പെയർ കേബിളാ. ഈ ട്വിസ്റ്റഡ് പെയർ കേബിൾ തന്നെ 2 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. എന്താ, ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിളും ഉണ്ട്, അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിളും ഉണ്ട്. അതായത് ആ പേര് പോലെ തന്നെ ഒന്നിന് ഒരു പ്രൊട്ടക്ഷൻ. ട്വിസ്റ്റഡ് പെയർ എന്ന് പറഞ്ഞാൽ 2 കോപ്പർ വയേഴ്സ് ഇങ്ങനെ ചുറ്റി 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 ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വെച്ചേക്കോ. അപ്പൊ അതിന്റെ ഏറ്റവും പുറത്ത് ഒരു പ്രൊട്ടക്ടിങ് ഷീൽഡ് ഉണ്ട്. ആ ഷീൽഡ് ഉള്ളതിനെ നമ്മൾ ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയും. ആ ഷീൽഡ് ഇല്ലാത്തതിന് നമ്മൾ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയും. ഈ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിളിൽ തന്നെ ഐ തിങ്ക് 6 വേർഷൻ ഉണ്ട്. UTP 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 6 വരെ ഉണ്ട്. അതിനകത്ത് UTP 5 ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇഥർനെറ്റ് കേബിൾ. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ 5. ഓക്കെ, അതാണ് നമ്മൾ ഇഥർനെറ്റ് കേബിളായിട്ട് യൂസ് ചെയ്യുന്നത്. അത് ട്വിസ്റ്റഡ് പെയർ കേബിൾ യൂസ് ചെയ്യുന്നതിന്റെ കാരണം എന്തായിരിക്കും? ഈ കൊയാക്സിലും ഫൈബർ ഓപ്റ്റിക് ഇതിലേക്ക് തമ്മിലായിട്ട് ഡിഫറൻസ് എന്തായിരിക്കും? സ്പീഡിനകത്ത് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. സ്പീഡ് ഡിഫറൻസ് ഉണ്ട്. ട്വിസ്റ്റഡ് പെയർ കേബിള് അതിനേക്കാളും ഹൈ സ്പീഡാണ് കൊയാക്സിൽ, അതിനേക്കാളും ഹൈ സ്പീഡാണ് ഫൈബർ ഓപ്റ്റിക്സ്. അങ്ങനെ സ്പീഡിൽ വേരിയേഷൻ ഉണ്ട് ഈ കേബിൾ യൂസ് ചെയ്യുന്നതിൽ. അതുപോലെ തന്നെ കൊയാക്സിയൽ കേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത് ഇപ്പൊ എവിടെയാ, ഈ നമ്മുടെ ടെലിവിഷനിലൊക്കെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കൊയാക്സിയൽ കേബിളാണ്. കണ്ടിട്ടുണ്ടോ? ഒരു റൗണ്ടിലുള്ള ഒരു കേബിൾ ആയിരിക്കും അത്. ഇഥർനെറ്റ് കേബിളും ഇഥർനെറ്റ് ട്വിസ്റ്റഡ് പെയർ കേബിൾ ഇരിക്കുന്നത് വേറൊരു രീതിയിലായിരിക്കുന്നത്. കണ്ടിട്ടുണ്ടോ? ട്വിസ്റ്റഡ് പെയർ കേബിളിനകത്ത് ഇങ്ങനെ എന്താ പറയാ, കുറച്ചധികം കുറെ വയേഴ്സ് അതിൻ്റെ ഉള്ളിലുണ്ട്. എനിക്ക് തോന്നുന്നു 6, 7, 8, 9 എണ്ണം കണ്ടുണ്ട് അതിൻ്റെ ഉള്ളില് കമ്പികള്. ബട്ട് കൊയാക്സിയൽ കേബിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റൗണ്ടിലിരിക്കും. ഓക്കെ, റൗണ്ടിലാണ് അതിന്റെ ഒരു സ്ട്രക്ചർ ഒക്കെ ഉണ്ടായിരുന്നു. ഒരു സെക്കൻഡ്. നമ്മളെ ഡിഷിൽ നിന്ന് സെറ്റ് ഓഫ് ബോക്സിൽ കൊടുക്കുന്ന കേബിൾ ഏതാടാ? ഡിഷ് ആന്റിനയില്ലേ, ഡിഷിൽ നിന്ന് സെറ്റ് ഓഫ് ബോക്സിലേക്ക് അത് തന്നെ ആ സാധനം. അതിന്റെയൊക്കെ ഒരു ഫിഗർ ഒന്ന് നോക്കട്ടെ.
നോക്കിയിട്ട് കാണുന്നില്ല. അത് എവിടെയോ ഞാൻ നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാനത് കിട്ടുവാണെങ്കിൽ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടുതരാം കേട്ടോ. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? PPT കാണാൻ പറ്റുന്നുണ്ടോ? സ്ലൈഡ് ഷോ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. എന്താ സ്ലൈഡ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല? ആ, ഇപ്പോഴോ? ഓക്കെ. ഞാൻ ഇതിന്റെ ഡയഗ്രാംസ് ഒക്കെ എന്റെ കയ്യിൽ എവിടെയോ കിടക്കുന്നുണ്ട്. ഞാൻ അതൊന്ന് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടാ കേട്ടോ. ഓക്കെ, അപ്പൊ കൊയാക്സിയൽ കേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെ ഒരു റൗണ്ട്, നമ്മുടെ എന്താ കണ്ടക്ടർ ഇങ്ങനെ റൗണ്ടിലാണ്, അതിന് പുറത്തൊരു എന്താ പറയാ ഒരു കവറിംഗ് ഉണ്ട്, ഒരു കവറിംഗ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതിന്റെ പുറത്ത് ഒരു 2-3 ലെയേഴ്സ് ആയിട്ടാണ് അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫൈബർ ഓപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചും കൂടെ നമുക്ക് എന്താണ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിലൊക്കെ അങ്ങനെ നമുക്ക് കുറച്ചും കൂടെ ഹൈ സ്പീഡ് കമ്മ്യൂണിക്കേഷൻ ആവശ്യമുള്ളപ്പോൾ നമ്മളാണ് യൂസ് ചെയ്യുന്ന, സോറി സാറ്റലൈറ്റിലല്ല കേട്ടോ, ഹൈ സ്പീഡ് കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്നതാണ് ഫൈബർ ഓപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് സ്പീഡിലുള്ള ഡിഫറൻസ് ആണ്. ട്വിസ്റ്റഡ് പെയറിനേക്കാളും കുറച്ചും കൂടെ സ്പീഡാണ് കൊയാക്സിയൽ, അതിനേക്കാളും കുറച്ചും കൂടെ സ്പീഡാണ് ഫൈബർ ഓപ്റ്റിക്സ്. ഇത് മൂന്നോ നമ്മൾ വയേർഡിനകത്ത് യൂസ് ചെയ്യുന്നത്. വയർലെസ്സിനകത്തോട്ട് വരുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്ന മൂന്നെന്ന് പറയുന്നത് ഒന്ന് റേഡിയോ വേവ്സ്, ഒന്ന് ഇൻഫ്രാറെഡ്, ഒന്ന് മൈക്രോവേവ്സ്. ഓക്കെ, ഇങ്ങനെ 3 ടൈപ്പിലുള്ള ഇതാണ് നമ്മൾ വയർലെസ്സിനകത്ത് യൂസ് ചെയ്യുന്നത്. റേഡിയോ വേവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ടും വളരെ ചെറിയ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റേഡിയോ വേവ്സ്. ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വളരെ ചെറിയത്, അതായത് നമ്മുടെ ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് കമ്മ്യൂണിക്കേഷനാണ്. അതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്ലൂടൂത്ത് എന്തുമാത്രം ഡിസ്റ്റൻസിൽ നമുക്ക് കിട്ടുമെന്ന് അറിയാലോ. അങ്ങനെയുള്ളതാണ് ഇവിടെ നമ്മൾ വൈഫൈ എന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതെന്ന് പറയുന്നത് ബ്ലൂടൂത്ത് ഇൻഫ്രാറെഡ് വേവ്സ് യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ദെൻ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിലാണ് നമ്മൾ മൈക്രോവേവ്സ് യൂസ് ചെയ്യുന്നത്. അതായത് വളരെ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അത് മാത്രമല്ല നമുക്ക് ഡേറ്റയുടെ എന്താ പറയാ ആ ഒരു ഇന്റൻസിറ്റി കുറഞ്ഞു പോവാതെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് മൈക്രോവേവ്സ് ആണ്, ലോങ് ഡിസ്റ്റൻസിൽ. അപ്പൊ അവിടെ നമ്മൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്ന മൈക്രോവേവ്സ് ആണ്. അങ്ങനെ 3 രീതിയിൽ വയേർഡ് കമ്മ്യൂണിക്കേഷനും 3 രീതിയിലുണ്ട്, വയർലെസ് കമ്മ്യൂണിക്കേഷനും 3 രീതിയിലുണ്ട് കേട്ടോ. ഡൗട്ട് എന്താ ചോദിച്ചോ? പറഞ്ഞല്ലോ ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞാൽ IR ആണെന്ന്. IR ലൈറ്റ് അല്ലേ? ബ്ലൂടൂത്ത് റേഡിയോ വേവ്സ് അല്ലേ? അല്ല, ബ്ലൂടൂത്ത് IR അല്ലേ യൂസ് ചെയ്യുന്നേ? അതൊന്നും കൂടെ ചെക്ക് ചെയ്യണം. എന്റെ അണ്ടർസ്റ്റാൻഡിംഗ് വെച്ചാൽ IR ഒരു ലൈറ്റ് വേവ്സ് ആണ്, ബ്ലൂടൂത്ത് റേഡിയോ വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. 2.4 GHz അടുത്തുള്ള റേഡിയോ വേവ്സ് ആണ് ബ്ലൂടൂത്ത്. IR ലൈറ്റ് വേവ് ഇൻഫ്രാറെഡ് സ്പെക്ട്രത്തിൽ വരുന്ന ലൈറ്റ് വേവ് ആണ്. ബ്ലൂടൂത്ത് നമ്മളെ വൈഫൈ റേഞ്ചിൽ വരുന്ന അതേ വേവ്സ് തന്നെയാണ്, വേറെ പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത് ബ്ലൂടൂത്ത്. അങ്ങനെയാണെന്ന് എന്റെ അറിവ്. ആണോ? നോക്കി ആരെങ്കിലും? കറക്റ്റ് ആയിരിക്കും മിസ്സേ. കാര്യം IR TV റിമോട്ടാ, ഡയറക്ഷണലാണ്. ബ്ലൂടൂത്ത് അങ്ങനെയല്ലല്ലോ. ബ്ലൂടൂത്ത് റേഡിയോ വേവ്സ് ആണോ? അത് അങ്ങനെയാണ്, ഉറപ്പാണോ? ആരെങ്കിലും നോക്കിയോ നിങ്ങള്? അത് മിസ്സേ റേഡിയോ വേവ്സ് ആണ്. അത് UHF എന്ന് പറഞ്ഞ ഹൈ ഫ്രീക്വൻസി റേഡിയോസ് റേഡിയോ ഫ്രീക്വൻസി ആണ്. UHF അല്ലേ? UHF കേട്ടിട്ടുണ്ട്. ഇൻഫ്രാറെഡ് അല്ലല്ലേ? ഓക്കെ, ഞാൻ അങ്ങനെയാട്ടോ വിചാരിച്ചിരുന്നത്. പണ്ട് ഈ ഫോണില് ബ്ലൂടൂത്ത് വരുന്നേക്കാട്ട് മുമ്പ് IR വെച്ചിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെയാണ് ബ്ലൂടൂത്ത് വന്നത്. അപ്പൊ രണ്ടും ബ്ലൂടൂത്ത് ഒരു അത് സർക്കുലർ വേവ്സിലായിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. IR സ്ട്രെയിറ്റ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. അങ്ങനത്തെ ഒരു അതായത് ഈ സെൻഡറും റിസീവറും തമ്മിൽ എന്തോ സെയിം അലൈൻമെന്റിൽ കണ്ടുവരണമെന്നുണ്ടല്ലേ? അതെ, അത് സ്ട്രെയിറ്റ് വരണം. കാരണം അത് കറക്റ്റ് ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യൂ. ബ്ലൂടൂത്ത് അങ്ങനെ ഒമ്നി ഡയറക്ഷണൽ യൂണി ഡയറക്ഷണൽ എന്നൊക്കെ പറയുന്ന പോലെ. അതെ. ഓക്കെ.
ഓക്കെ, അപ്പൊ താങ്ക് യു. അപ്പൊ അത് തെറ്റിദ്ധരുത്തി തന്നേനെ കേട്ടോ. നമ്മുടെ ടിവിയുടെ റിമോട്ടിലൊക്കെ ഇപ്പം റേഡിയേഴ്സ് യൂസ് ചെയ്യുന്നു, പക്ഷെ പഴയ ഒരു LED വരുന്ന ടൈപ്പിൽ IR ബ്ലാസ്റ്റ് ആയിരുന്നു യൂസ് ചെയ്യുന്നത്. നേരത്തെ അല്ലേ? ആ, LED വരുന്നത്. മിസ് അങ്ങനത്തെ ഒരു റിമോട്ട് ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ മിസ് ഇപ്പം ആ റിമോട്ട് എടുത്തിട്ട് മൊബൈൽ ഫോണിന്റെ ക്യാമറ ഓൺ ചെയ്തിട്ട് ആ റിമോട്ട് ക്യാമറയുടെ നേരെ തിരിച്ചിട്ട് മിസ് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ക്യാമറ ഡിറ്റക്ട് ചെയ്യും. IR റെഡ് ലൈറ്റ് കാണാൻ പറ്റും. ആ വേവ് ലെന്ത് നമുക്ക് കാണാൻ ഡയറക്റ്റ് കാണാൻ പറ്റില്ല, പക്ഷെ ക്യാമറ വഴി കിട്ടും. ക്യാമറ വഴി നമുക്ക് കാണാൻ പറ്റും. വീട്ടിലെ റിമോട്ട് നമ്മളിപ്പം അത് നമ്മൾ ബാറ്ററി തീർന്നു പരിശോധിക്കാനുള്ള ഒരു എളുപ്പ വഴിയും കൂടെ മൊബൈൽ ക്യാമറ വഴി ആ LED ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് സ്വിച്ച് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ബ്ലിങ്ക് ആവുന്ന കാണാൻ പറ്റും. നോർമൽ ഐസിൽ ചിലപ്പോൾ കാണാൻ പറ്റില്ല, മാക്സിമം കാണാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു. ഇതൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം വയേർഡ് കമ്മ്യൂണിക്കേഷനകത്ത് 3 ടൈപ്പുണ്ട്. വയർലെസ്സിനകത്ത് റേഡിയോവേഴ്സ്, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, ഇങ്ങനെ 3 രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണുള്ളത്. സ്ലൈഡ് ആയിട്ടാണോ കാണുന്നത്? എങ്ങനെയാ കാണുന്നത് നിങ്ങൾക്ക് സ്ക്രീന്? അറിയാതെ ക്ലോസ് ആയിപ്പോയി. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മിക്കവാറും പഴയ സിലബസ് അനുസരിച്ച് കേട്ടോ, പഴയ സിലബസ് അനുസരിച്ച് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ്. ചോദിച്ചു കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് വരുന്നത് പാന്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, ലാന്, ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ഗ്ലോബൽ ഏരിയ നെറ്റ്വർക്ക്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇതിനകത്ത് പാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചെറുതാണ്. അതായത് നമ്മുടെ ബ്ലൂടൂത്ത് അത്രയും ഡിസ്റ്റൻസ്, വളരെ കുറച്ച് ഡിസ്റ്റൻസിൽ മാത്രം നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്ന ചെറിയ നെറ്റ്വർക്കിന് പറയുന്ന പേരാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. മറ്റേത് ലാൻ എന്ന് പറഞ്ഞാൽ ഒരു റൂമിനകത്ത് അത്രയും ഡിസ്റ്റൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ലാൻ എന്ന് പറയാ. ഒരു ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, ഇപ്പൊ നമ്മുടെ CS ഒരു ലാബ് ഉണ്ട്, അതുപോലെ തന്നെ AI ഒരു ലാബ് ഉണ്ട്. ഈ 2 ലാബുകൾ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഡിസ്റ്റൻസ്, കുറച്ചും കൂടെ ഡിസ്റ്റൻസിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അതായത് എനിക്ക് തൊടുപുഴ സിറ്റിയിലുള്ള ഡിവൈസസും മൂവാറ്റുപുഴ സിറ്റിയിലുള്ള ഡിവൈസസും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്യാം. അടുത്തത് വരുന്ന വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് കൺട്രീസ് അത്രയും ഡിസ്റ്റൻസിൽ നമുക്ക് എന്താണ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനെ വൈഡ് ഏരിയ എന്ന് പറയും. ഇനി അതുപോലെ തന്നെ ഗ്ലോബൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് കൺട്രീസ് ആണ്, പക്ഷെ അതിന് ഡിസ്റ്റൻസിന് ലിമിറ്റേഷൻ ഉണ്ട്. ഈ ഡിസ്റ്റൻസ് ലിമിറ്റേഷൻ ഇല്ലാതെ ഉള്ള വാനിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? GAN എന്ന് പറയാ, ഗ്ലോബൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാം. ഇങ്ങനെ നെറ്റ്വർക്കുകളെ ഡിസ്റ്റൻസിന്റെ ബേസിൽ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇത്രയുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാന്, ലാന്, ക്യാന്, മാന്, വാന്, ജാന്. ഓക്കെ, ഇങ്ങനെ ആണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു ക്ലാരിഫിക്കേഷനെ, ഈ ക്യാൻ എന്ന് പറയുമ്പോൾ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്നാണ് ഇവിടെ പറയുന്നത്. ഞങ്ങളുടെ പ്രൊഫഷണൽ കണ്ടീഷനിൽ നോക്കുമ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന ക്യാൻ എന്ന് പറഞ്ഞാൽ കൺട്രോൾഡ് ഏരിയ നെറ്റ്വർക്കാണ്. ഇത് തമ്മിൽ വ്യത്യാസമുണ്ടോ?
കൺട്രോൾഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അത് എന്തുമാത്രം ഡിസ്റ്റൻസിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും? ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ ട്രെയിൻ കണക്ട് ചെയ്തിരിക്കുന്നത് ഇതർനെറ്റ് കൺട്രോൾഡ് ഏരിയ നെറ്റ്വർക്കും, ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് ട്രെയിൻ കോൺഫിഗറേഷൻ മുഴുവൻ നടക്കുന്നത്. അപ്പം അതും ഈ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്കും തമ്മിൽ എന്താ ഡിഫറൻസ്? ഈ കൺട്രോൾഡ് ഏരിയ നെറ്റ്വർക്ക് ഐ തിങ്ക് ഇറ്റ് ഈസ് ആൻ ഇൻട്രാനെറ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഇന്റർനെറ്റ് അല്ല. ഇൻട്രാനെറ്റ് അല്ല. അല്ല. അതായത് ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഓതറൈസേഷൻ ഇല്ല, അങ്ങനെയാണോ? ഇപ്പൊ നമ്മുടെ അതെ, ഓതറൈസേഷൻ അതിന്റെ നമ്മൾ ആർക്കാണോ ആക്സസ് കൊടുക്കുന്നത് അവർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. പബ്ലിക് ഓതറൈസേഷൻ ഇല്ല, അത് കറക്റ്റ് ആണ്. അതാ അപ്പം ഇത് ഇപ്പൊ ഞാൻ എന്റെ ഒരു ഇതില് ക്യാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺട്രോൾ ഏരിയ നെറ്റ്വർക്ക് ആണ്. അതാ ട്രെയിനിന്റെ ഇത് രണ്ടും സെയിം ആണോന്നാണ് അല്ലേ? അതെ അതെ. ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്കും ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്കിനകത്ത് ഈ പറഞ്ഞ സംഭവങ്ങളില്ല, അതായത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ എനിക്ക് അതായത് നമ്മൾ സാധാരണ ഒരു ഓർഗനൈസേഷനിലൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻട്രാനെറ്റാ. ഇൻട്രാനെറ്റ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഈ പറഞ്ഞ പോലെ ക്യാമ്പസ് ഡിസ്റ്റൻസിൽ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പല ടൈപ്പിലുള്ള യൂസേഴ്സ് വരും. അതായത് കുറച്ച് യൂസറിന് ഒരു പക്ഷേ ചിലപ്പോൾ അത് വ്യൂ ചെയ്യാനുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, എല്ലാവർക്കും കയറി അങ്ങ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഈ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്കിനകത്ത് അങ്ങനെ ഒരു ക്രൈറ്റീരിയ വരുന്നില്ല. അതുകൊണ്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. രണ്ടിനും ഒരേ പേര് വന്നാണ് എന്റെ ഡൗട്ട്. ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് നമുക്ക് ലാൻ പോലെ തന്നെ ഡിസ്റ്റൻസ് അത് മനസ്സിലായി. അതൊരു ഒരു വിത്തിൻ എ പർട്ടിക്കുലർ സർക്കുലേറ്റിംഗ് ഏരിയയിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക്. ഓക്കെ. അപ്പം മറ്റേ ക്യാൻ എന്താണെന്നുള്ളതാണ്. കാരണം നോർമലി വെഹിക്കിൾ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കിനെ നമ്മൾ ക്യാൻ തന്നെയാണ് പറയുക. അതിന് കൺട്രോൾ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് അത് ഉപയോഗിക്കുന്നത്. അത് ട്രെയിൻസിൽ മാത്രമല്ല, മോഡേൺ ബസ്സസിലും ടാക്സി മീൻസ് ഹെവി വെഹിക്കിൾസ്, ലോറി പോലുള്ള കാര്യങ്ങളിലൊക്കെ കൺട്രോൾ ഏരിയ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ടാണ് അതിന്റെ ഇപ്പോഴത്തെ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ നടക്കുന്നത്. കൺട്രോൾഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഒരു ഡൗട്ട്, ഇത് രണ്ടും ഒന്നാണോ അല്ലെങ്കിൽ രണ്ടും വേറെ വേറെ ആണെങ്കിൽ പിന്നെ അത് വേറെ സാധനമാണെന്ന് മനസ്സിലാക്കേണ്ടി വരും. രണ്ടും എനിക്ക് ക്യാനിനെ കുറിച്ച് രണ്ടായിരിക്കാനാണ് ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ട്രൈ ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാമെന്ന്. പക്ഷെ അത് രണ്ടും രണ്ട് തന്നെയാണ്. ഇത് നമ്മുടെ ഇപ്പൊ ഇതിൽ പറഞ്ഞേക്കണ എനിക്ക് തോന്നുന്നു പിന്നെ നമ്മുടെ ഏരിയ വെച്ചിട്ട് ഡിഫൈൻ ചെയ്തേക്കുന്നതാണ്. അജയ് സാറ് പറഞ്ഞ ക്യാന് വേറെയാണ്. നമ്മുടെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ നമ്മുടെ ട്രെയിനിലൊക്കെ ഉള്ള ക്യാൻ എന്ന് പറയുന്ന അതിനകത്തുള്ള ട്രെയിന്, കാറ്, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ലോറി, ഇതിനകത്തൊക്കെ ഉള്ള ഡിവൈസസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന 2 വയർ സിസ്റ്റം. ഇപ്പൊ ABS, എഞ്ചിൻ മോഡ്യൂൾസ്, ഇങ്ങനത്തെ ഇലക്ട്രോണിക്സുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാധനമാണ് ഈ ക്യാൻ, കൺട്രോൾഡ് ഏരിയ നെറ്റ്വർക്ക്. ആ വാക്കിന് എന്തായാലും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവുമല്ലോ കൺട്രോൾഡിന്. മറ്റേതെന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു ഡിസ്റ്റൻസിന്റെ ബേസിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇത് ഡിസ്റ്റൻസ് ബേസിസിലുള്ള ഡിഫറൻസിയേഷൻ ആണ് ഇപ്പൊ ഇതിൽ പറഞ്ഞേക്കുന്നത്. പക്ഷെ ക്യാനൻ നമ്മൾ നോർമലി കൺട്രോൾ ഏരിയ ആ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ അല്ലേ? ക്യാൻ എന്ന് പറയുന്ന സാധനം ഉണ്ട്. നമ്മൾ ഈ പറയുന്ന ക്യാന് ചിലപ്പോ ഇത് ഏരിയ ഉദ്ദേശിച്ച് പറയുന്നതാണ്. നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത് ഈ ലാൻ, വാൻ, മാൻ ഇങ്ങനത്തെ സാധനങ്ങളെ പഠിച്ചിട്ടുള്ളൂ. പഴയ ടെക്സ്റ്റിനകത്ത് ഈ ഫെറോസാന്റെ തന്നെ ആണെങ്കിലും പഴയ ടെക്സ്റ്റിനകത്ത് ഇതൊന്നും ഇല്ല. ഈ പറഞ്ഞ GAN ഇല്ല. അതുപോലെ തന്നെ പാനൊക്കെ കുറച്ച് നാൾ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ ഉള്ള പോർഷൻ എടുത്ത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ ലാനും വാനും മാനും മാത്രമേ ഉള്ളൂ. അതെ, ഇപ്പോഴും നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ടേം ഇത് തന്നെയാണ്. പിന്നീടാണ് ഈ പറയുന്ന പാനും GAN ഒക്കെ പിന്നെയും വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ടെക്സ്റ്റിനകത്താണ് ഈ പറയുന്ന ഈ CAN കണ്ടു തുടങ്ങുന്നത്. സാറ് ചോദിച്ച ഡൗട്ട് എനിക്കുണ്ട്, ഇനി ആ ക്യാൻ ആണോ ഇവർ ഉദ്ദേശിച്ചത്? പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ പറയുന്ന കൺട്രോൾഡ് ഏരിയ നെറ്റ്വർക്ക് എന്തെന്നാ കൺട്രോൾഡ് ഏരിയ നെറ്റ്വർക്ക്, അത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ
ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രം ഉള്ളതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ജനറൽ അത് ഉള്ള ഒരു അങ്ങനെ തന്നെയാണ്. അതായത് ക്ലാസിഫിക്കേഷൻ ആയിരുന്നെങ്കിൽ പ്രധാനമായിട്ടും നമ്മുടെ ഈ എന്താ പറയാ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറുകളിൽ അങ്ങനത്തെ മെഷീനറികളിൽ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് നെറ്റ്വർക്കാണ്. നെറ്റ്വർക്കാണ്. അതെന്തുകൊണ്ട് അപ്പൊ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇതിനകത്ത് വരാത്തത് അങ്ങനെയാണെങ്കിൽ? അതിപ്പോഴുള്ളതാണ്. മുന്നേ അങ്ങനത്തെ ഒരു സാധനം ഇല്ല. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ എന്താ പറയാ ഒരുപാട് ഓട്ടോമേഷൻ വരുന്നത് ഇപ്പോഴല്ലേ. ഈ കുറച്ച് അധികമായിട്ടാണ് ഈ എംബഡഡ് സിസ്റ്റവും അതിന്റെ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഓട്ടോമേഷൻസ് വരുന്നതും ഒക്കെ. നമ്മുടെ ഇവിടെ മുന്നേ ഇത് പുറത്തൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോഴാണ് ഇവിടെ ഇങ്ങോട്ട് ഇതായിട്ട് വരുന്നത്. ഇതിന്റെ അപ്ലിക്കേഷൻസ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. അതൊന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനൊന്ന് നോക്കിയിട്ട് പറയട്ടെ എന്താന്ന് സംഭവം. ഓക്കെ. പിന്നെ ഇത് കുറച്ച് ഇമേജസ് കൊടുത്തിരിക്കുന്ന ആ ലാൻഡ് മാൻമാൻ്റെ ഒക്കെ ഇമേജസ് കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ അടുത്ത് ഇൻട്രാനെറ്റ് പറയുന്നുണ്ട്. ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷന് ഉള്ളിലുള്ള നെറ്റ്വർക്കാണ്. അവിടെ നമ്മൾ മെയിനായിട്ടും സെക്യൂരിറ്റി ആണ് മെയിനായിട്ടും എയിം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ KSEBയുടെ ഒക്കെ പോർട്ടല് അതെന്നൊക്കെ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അതിനകത്ത് കയറി ആക്സസ് പറ്റത്തില്ല. രജിസ്റ്റേർഡ് യൂസേഴ്സിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പില് അത് അങ്ങനത്തെ ഒരു നെറ്റ്വർക്കിനാണ് ആക്ച്വലി ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ഓരോ ഓർഗനൈസേഷന് സ്വന്തമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ആയിരിക്കും. അത് എല്ലാവർക്കും കയറി യൂസ് ചെയ്യാനും പറ്റത്തില്ല. അവർ കൊടുക്കുന്ന ഓതറൈസേഷൻ കൊടുക്കുന്ന യൂസേഴ്സിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നെറ്റ്വർക്ക്, പ്രൈവറ്റ് നെറ്റ്വർക്ക്. അതാണ് എന്ത് ഇൻട്രാനെറ്റ് എന്ന് പറയാം. ഇതല്ലല്ലോ നിങ്ങൾ ഉദ്ദേശിച്ച മറ്റേത്. ഇല്ല, അതൊരു പർട്ടിക്കുലർ ഇതാണ്. ഓക്കെ. അടുത്ത ഇന്റർനെറ്റ് എന്താണെന്ന്. ഇന്റർനെറ്റ് എല്ലാവർക്കും അറിയാലോ. നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ഇൻട്രാനെറ്റ് എന്ന് പറയാം. ഓക്കെ. അതെന്ന് പറയുന്നത് ലാൻഡ് കളക്ഷൻ ആവാം, വാൻഡ് കളക്ഷൻ ആവാം, മാൻഡ് കളക്ഷൻ ആവാം, എന്തിൻ്റെങ്കിലൊക്കെ കുറെ കളക്ഷൻ, അത്രയേ ഉള്ളൂ എന്തെന്ന് പറയാം, ഇന്റർ നെറ്റ്വർക്ക് എന്ന് പറയാം. ഓക്കെ. അപ്പം internet is a collection of interconnected networks that communicate with one another as a single system. കുറെ നെറ്റ്വർക്കുകളുടെ കളക്ഷൻ, അതുകൾ ആ നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നതാണ് ആക്ച്വലി ഇന്റർനെറ്റ് എന്ന് പറയാം. ഓക്കെ. ഇനി ഈ ഇന്റർനെറ്റും അതുപോലെ തന്നെ എന്താ പറയാ WWW കേട്ടിട്ടുണ്ടോ? വേൾഡ് വൈഡ് വെബ്. അത് രണ്ടും ഒന്നാണോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇന്റർനെറ്റ് ആൻഡ് വേൾഡ് വൈഡ് വെബ് രണ്ടും ഒന്നാണോ? Give suggestions. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞേ? ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാലും വേൾഡ് വൈഡ് വെബ് എന്നൊക്കെ പറഞ്ഞാലൊക്കെ ഒന്ന് തന്നെയാണോ? എന്റെ അഭിപ്രായത്തിൽ ഇല്ലാന്നാണ്. വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന കളക്ഷൻ കുറെ പേജുകളുടെ കളക്ഷൻ അല്ലേ? അതെ, കുറെ വെബ് പേജുകളുടെ കളക്ഷൻ ആണ്. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാണാൻ പറ്റാത്തൊരു സാധനമാണ്. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാസീവ് നെറ്റ്വർക്കാണ്. നമുക്കത് ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് പോലെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ മാത്രം പറ്റുന്ന ഒരു സാധനം. അത് നമുക്ക് കാണാനൊന്നും പറ്റില്ല. പക്ഷെ മറ്റേ വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞാൽ അതൊരു സർവീസ് ആണ്. അതായത് ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യപ്പെടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സർവീസ് ആണ് വേൾഡ് വൈഡ് വെബ്. ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയായിരുന്നു. ഓക്കെ. ഈ പറഞ്ഞ സുജിൻ പറഞ്ഞതുപോലെ വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ വെബ്സൈറ്റുകളുടെ അല്ലെങ്കിൽ കുറെ വെബ് പേജുകളുടെ ഒക്കെ കളക്ഷൻ ആണ്. പക്ഷെ നമുക്ക് ഇന്റർനെറ്റിലുള്ള ഡേറ്റനെ ആക്സസ് ചെയ്യണമെങ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് WWW പറ്റുള്ളൂ. അതായത് ഇന്റർനെറ്റിന് ഡേറ്റനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സർവീസ് ആണ് WWW എന്ന് പറയാം. ഇവിടെ എന്താ ഇവിടെ കമ്പോണൻസ് ഇൻട്രാനെറ്റിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. റോൾ ഓഫ് റൗട്ടേഴ്സ് ആൻഡ് സ്വിച്ചസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാ. റൗട്ടറും സ്വിച്ചും അത് തന്നെ ഇതിനകത്ത് പറയുന്നുള്ളൂ കേട്ടോ. ഞാൻ ഈ സ്ലൈഡ് ഒന്ന് അയച്ചു തരാം, നിങ്ങളൊന്ന് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നത്തേക്ക് നിർത്താറായെന്ന് തോന്നുന്നു അല്ലേ? ഇനി സ്വിച്ച്ഡ് നെറ്റ്വർക്ക് ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരൊറ്റ
നമ്മൾ ഇതുവരെ നമ്മുടെ സിലബസിലുള്ള ഒരൊറ്റ ടോപ്പിക്കാണ് കേട്ടോ, ഓവർവ്യൂ ഓഫ് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ആ ഒറ്റ ടോപ്പിക്കിലാണ്. ആ ടോപ്പിക്ക് തീരണമെങ്കിൽ ഇതും കൂടി കഴിയണം. സ്വിച്ച് നെറ്റ്വർക്ക് ഇതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോട്ടെ, അതോ നിർത്തണോ? എന്താ എന്നെ പറഞ്ഞോളൂ, ഇതുകൂടെ പറഞ്ഞേക്കാം അല്ലെ. സ്വിച്ച്ഡ് നെറ്റ്വർക്ക്. സ്വിച്ച്ഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സ്വിച്ച് രണ്ട് നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വിച്ച് യൂസ് ചെയ്യാം. ഓക്കെ, ഈ സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി രണ്ട് ടൈപ്പിലുള്ള സ്വിച്ചസ് ഒക്കെ ഉണ്ട്. ലെയർ 2 സ്വിച്ച്, ലെയർ 3 സ്വിച്ചസ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അതായത് ലെയർ 2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റ ലിങ്ക് ലെയറിൽ യൂസ് ചെയ്യുന്ന സ്വിച്ച് ആണെങ്കിൽ നമ്മൾ അതിന് ലെയർ 2 സ്വിച്ച് എന്ന് പറയും. നെറ്റ്വർക്ക് ലെയറിലും കൂടി യൂസ് ചെയ്യുന്ന സ്വിച്ച് ആണെങ്കിൽ നമ്മൾ ലെയർ 3 സ്വിച്ചസ് എന്ന് പറയാം. ആക്ച്വലി ലെയർ 3 സ്വിച്ച് എന്ന് പറഞ്ഞാൽ റൗട്ടറിന് സിമിലർ ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ ആക്ച്വലി ഈ സ്വിച്ച് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെന്ററിന്റെ ഡിവൈസിൽ നിന്നുള്ള ഡേറ്റയെ റിസീവ് ചെയ്തിട്ട് അതിന്റെ ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് എന്താണ് അങ്ങോട്ട് ഡേറ്റനെ ഫോർവേഡ് ചെയ്യും. ഓക്കെ, അതാണ് ആക്ച്വലി സ്വിച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്വിച്ച്ഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്വിച്ചസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് സ്വിച്ച്ഡ് നെറ്റ്വർക്ക് എന്ന് പറയാം. ഓക്കെ, രണ്ട് നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കണക്ടിങ് ഡിവൈസ് സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ നെറ്റ്വർക്കിനെ എന്തെന്ന് പറയാം, സ്വിച്ച്ഡ് നെറ്റ്വർക്ക് എന്ന് പറയാം. ആക്ച്വലി സ്വിച്ച് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഡിവൈസ് ആണോ ഡേറ്റ അയക്കുന്നത് ആ ഡിവൈസിൽ നിന്ന് ഡേറ്റയെ സ്വീകരിച്ചിട്ട് എന്താ പറയാ, സ്റ്റോർ ആൻഡ് ഫോർവേഡ് എന്ന് പറയും. ഓക്കെ, ഡേറ്റനെ സ്റ്റോർ ചെയ്തിട്ട് അതിന് എന്ത് ചെയ്യും, എങ്ങോട്ടാണോ ഡെസ്റ്റിനേഷൻ കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് ഫോർവേഡ് ചെയ്യും. അതാണ് ആക്ച്വലി സ്വിച്ച് ചെയ്യുന്നത്. ആ സ്വിച്ച് നമ്മൾ കമ്മ്യൂണിക്കേഷൻ രണ്ട് നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരു സ്വിച്ച്ഡ് നെറ്റ്വർക്ക് എന്ന് പറയാം. ഈ സ്വിച്ച്ഡ് നെറ്റ്വർക്ക് തന്നെ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് സർക്യൂട്ട് സ്വിച്ച്ഡും ഉണ്ട്, പാക്കറ്റ് സ്വിച്ച്ഡും ഉണ്ട്. ഓക്കെ, ഈ സർക്യൂട്ട് സ്വിച്ച്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഡിവൈസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ സെൻഡറും റിസീവറും തമ്മിൽ എപ്പോഴും ഡേറ്റ സെൻഡ് ചെയ്യുന്നത് ഒരു കോമൺ പാത്ത് അല്ലെങ്കിൽ എന്താണ് ഒരു ഫിക്സഡ് പാത്ത് അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഡയറക്റ്റ് ലിങ്ക്. ഓക്കെ, ഡയറക്റ്റ് ലിങ്ക് വഴി മാത്രമാണ് ഈ സ്വിച്ച്ഡ് നെറ്റ്വർക്കിനകത്ത് ഡേറ്റ സെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് സർക്യൂട്ട് സ്വിച്ച്ഡ് എന്ന് പറയാം. ഓക്കെ, ഇനി അത് മാത്രം അതല്ല, ഇപ്പൊ സെൻഡർ എക്ക് ബിക്ക് ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ എ ഫസ്റ്റിൽ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ബിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഫസ്റ്റ് എന്താണ് അവർ തമ്മിലൊരു കണക്ഷൻ ഓപ്പൺ ചെയ്ത് ഡേറ്റേനേക്കാൾ സെൻഡ് ചെയ്യും. എന്നിട്ട് എന്തുമാത്രം ഡേറ്റ അയക്കണോ അത്രയും നേരത്തേക്ക് അത് എന്തായിരിക്കും, ഓപ്പൺ സ്റ്റേജിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണോ ഡേറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ മാത്രമേ സ്വിച്ച് ക്ലോസ് ആവത്തുള്ളൂ. അങ്ങനെയുള്ളതാണ് സർക്യൂട്ട് സ്വിച്ച്ഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ വരുന്നത് പാക്കറ്റ് സ്വിച്ച്ഡ് ആണ്. പാക്കറ്റ് സ്വിച്ച്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അയക്കുന്ന ഡേറ്റനെ നമ്മൾ ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ട് ആദ്യമേ ഡിവൈഡ് ചെയ്യും. ഓക്കെ, മറ്റതിനകത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഒരു ഡിവൈസിൽ നിന്ന് വേറൊരു ഡിവൈസിനകത്ത് ഡേറ്റ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് അയച്ചുകൊണ്ടിരിക്കാം. ഇവിടെ നമ്മൾ അയക്കാനുള്ള ഡേറ്റനെ നമ്മൾ ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ പാക്കറ്റ്സ് എന്ന് പറയുന്നത് പോകുന്നത് ഫിക്സഡ് പാത്ത് ആയിരിക്കില്ല. ആദ്യമേ ഒരു പാക്കറ്റ് പോകുന്ന വഴി ആയിരിക്കത്തില്ല സെക്കൻഡ് പാക്കറ്റ് പോവാ, തേർഡ് പാക്കറ്റ് വേറൊരു പാത്തിലായിരിക്കും പോവാ. എല്ലാവരും ഡിഫറെന്റ് പാത്തിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, റിസീവറിൽ എത്തിച്ചേരുന്നത്. മറ്റത് എന്താ സർക്യൂട്ട് സ്വിച്ചിനകത്ത് അതൊരു കോമൺ പാത്തായിരുന്നു അല്ലെങ്കിൽ ഫിക്സഡ് പാത്ത്, അതിലൂടെ മാത്രമായിരുന്നു എല്ലാ പാക്കറ്റ്സും പോവുക. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഈ പാക്കറ്റ്സ് എല്ലാം പല പല പാത്തിലൂടെ ആയിരിക്കും ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുന്നത്. അപ്പം നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഈ പാക്കറ്റ്സ് എല്ലാം ഇൻഡിപെൻഡന്റ് ആയിരിക്കും, പക്ഷെ ഒറ്റ ഡേറ്റയാണല്ലോ. അപ്പൊ അതെന്താണ്, റിസീവറിൽ ചെന്ന് കഴിയുമ്പോൾ റീഅസംബ്ലിങ് ചെയ്യണം. അതായത് ഇവിടെ നിന്ന് അയക്കുമ്പോൾ അതിനെ ഡിവൈഡ് ചെയ്ത് അയക്കും. പക്ഷെ റിസീവറിന്റെ സൈഡിൽ എന്തിനു ചെയ്യണം, അതിനെ ഒരുമിച്ച് ചേർത്താലും നമ്മുടെ മെസ്സേജ് ആവത്തുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള ടൈപ്പ് നെറ്റ്വർക്കിന് പറയുന്ന പേരാണ് എന്ത്, പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്ക് എന്ന് പറയാം. പിന്നീട്ടോ സ്വിച്ച് നമ്മൾ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് സ്വിച്ച്ഡ് നെറ്റ്വർക്ക്. അതിനകത്ത് രണ്ട് രീതിയിൽ സർക്യൂട്ട് സ്വിച്ച്ഡും പാക്കറ്റ് സ്വിച്ച്ഡും. സർക്യൂട്ട് സ്വിച്ച്ഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കോമൺ ഒരു സർക്യൂട്ട് ഉണ്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഒരു ഫിക്സഡ് പാത്ത് ഉണ്ടാവും. അതിലൂടെ മാത്രമേ രണ്ട് ഡിവൈസസ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുള്ളൂ. ഇനി പാക്കറ്റ് സ്വിച്ച്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിവൈസിന് മെസ്സേജ് അയക്കാനുണ്ടെങ്കിൽ ആ മെസ്സേജിന് ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പല പല പാത്തിലൂടെ സെൻഡ് ചെയ്യും. ഓക്കെ, ആ പാക്കറ്റ്സ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഉണ്ടാവത്തില്ല. പക്ഷെ റിസീവറിന്റെ സൈഡിൽ ചെന്ന് കഴിയുമ്പോൾ അതിനെന്ത് ചെയ്യണം, റീഅസംബിൾ ചെയ്ത് ഡേറ്റനെ റിസീവ് ചെയ്യും. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്ക് എന്ന് പറയും. ഇത് കഴിഞ്ഞു ആ ഒരു ഫസ്റ്റ് ടോപ്പിക് ഒന്ന് ഇതായി. ഓക്കെ ആണോ, സ്റ്റോപ്പ് ചെയ്താലോ ഇന്നത്തേക്ക്? ഓക്കെ, താങ്ക് യു.